ഒമാനിലെ വാദി ഷാബിൻ്റെ കഥയാണിത്. കവാടത്തിൽ ബോട്ടുകൾ കാണാം. അതിൽ കയറി 3 മിനിറ്റ് സഞ്ചരിച്ചാൽ അക്കരെ എത്താം. ഞങ്ങൾ മറ്റൊരു മാർഗമാണ് തിരഞ്ഞെടുത്തത്. കുറച്ചപ്പുറത്ത് ചളിയിലൂടെ നടന്ന് നാട്ടിലെ വയലിൽ നടക്കുന്നത് പോലെ നടന്നും നമുക്ക് അക്കരെ എത്താം. അങ്ങനെ ചെയ്താൽ 1 റിയാൽ നമുക്ക് ലാഭിക്കാം. പിന്നീട് ദീർഘമായൊരു നടത്തമാണ്. കൃഷിയിടത്തിലൂടെ, അപകടം പിടിച്ച മലഞ്ചെരിവിലൂടെ, പാറക്കെട്ടുകളിലൂടെ, ഫലജുകളിലൂടെ നടത്തം. കയ്യിൽ കരുതിയ വെള്ളം നല്ലവണ്ണം കുടിച്ച് മുന്നോട്ട് നടക്കുക തന്നെ. വാദി ഷാബിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറും അതിനപ്പുറവും നമുക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ പോയത് ഒമാനിലെ ഏറ്റവും ചൂടുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ വെള്ളം, ഭക്ഷണം, മറ്റ് വസ്തുക്കളെല്ലാം കരുതുന്നത് വളരെ നന്നായിരുന്നു. വാദി ഷാബിൽ ചില മരണങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് തമാശ കളിക്കാതെ നടക്കുന്നതായിരിക്കും ഉചിതം. ഇവിടെ മുതൽ പാറക്കെട്ടുകളിലൂടെയുള്ള നടത്തം ആരംഭിക്കുകയാണ്. ആ പാറകളിൽ കാണുന്ന ആരോ മാർക്കുകൾ ശ്രദ്ധിച്ചു പോയാൽ വഴി തെറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാം. നടന്ന് ഞങ്ങൾ വാദി ഷാബിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് നടക്കുന്നത് അപകടമാണ് എന്ന ബോർഡ് നമുക്കവിടെ കാണാം. അതുകൊണ്ട് ഇനി മുന്നോട്ട് നടത്തം നിർത്തി വെള്ളത്തിലൂടെ നീന്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇത്രയും നടന്നു വന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കേണ്ടതുണ്ടോ? ചാടി കുളിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും കുളിച്ച് തിമിർക്കാൻ പറ്റിയ ഒരിടം നമുക്ക് അവിടെ കാണാം. ഏറ്റവും അവസാനമായി വാദി ഷാബിൻ്റെ അതിമനോഹരമായ, അതിശയകരമായ, കുറച്ചൊക്കെ പേടിപ്പെടുത്തുന്ന ആ അത്ഭുത ഗുഹയിലെ വെള്ളച്ചാട്ടം കണ്ട് നമുക്ക് തിരിച്ചു വരാം. തിരിച്ചുവരവിൽ വീണ്ടും ചളി ചവിട്ടി കഷ്ടപ്പെടാൻ ഞങ്ങൾ നിന്നില്ല. ആ ബോട്ടിലങ്ങോട്ട് കയറി. 1 റിയാൽ